അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമ്പിങ്ങിന് പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തുക. നമ്മ വരും എന്ന് പറഞ്ഞാണ് അവൻ്റെ കൂടെ നമ്മൾ കളിക്കുന്നത്. എൻ്റെ കസിനാണ്. അപ്പോൾ ഗായ്സ് ഈ വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കമൻറ്റിൽ ഈ വണ്ടീനെ കുറിച്ച് ഒരു റേറ്റിംഗ് ഇട്ടാൽ ഏറ്റവും കൂടുതൽ നല്ല കമൻസിനും റേറ്റിങ്സിനും ഞാൻ അവർക്ക് ഈ വണ്ടി കൊടുക്കുന്നതായിരിക്കും. നമ്മൾ വിന്നർ നോക്കിയാണ്ട് കൊടുക്കും. ഓക്കെ, പിന്നെ അതിന് കൂടെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ് ഉറപ്പായിട്ടും എല്ലാവരും എന്താ പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. അമ്മാൻ വരും എന്ന് പറഞ്ഞല്ലോ. ആ അമ്മാനടാ ചെങ്ങായേ, ഇജ്ജ് എങ്ങോട്ടാ പോണേ? അങ്ങനെ പറഞ്ഞോളൂ, അങ്ങനെ പറയേ, നല്ല മനസ്സിലാവുള്ളൂ. തന്തി വണ്ടി പോത്ത് ആ പോയി. ആരാ ആരാ? ആ ഞാൻ താടി വെട്ടിയിട്ടില്ല എത്ര നാളായിട്ട്. ഞാൻ എന്നോട് എത്ര മുട്ട പറഞ്ഞേ, ഇത് വെട്ടൂലല്ലേ? ഇന്റെ വളർന്നതാണ്. ഞാൻ നാളെ താടി വെട്ടും, മീശ കൊണ്ട് വെട്ടും. അല്ല മീശ കൊണ്ടല്ല, പറയും മീശ മാത്രമാക്കി വെട്ടും. എന്നാൽ നമ്മൾ കുറച്ച് സുഖം ഉണ്ടാവും. ഇതെന്താ വാക്ക് പോണം? അതിൻ്റെ വണ്ടി ഗൈസ്. നമുക്ക് മൗണ്ടനിൽ ഈ ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. ആ അവിടെ ലൊക്കേഷൻ കറക്റ്റ് ആക്കി. ഇനി നമുക്ക് പോവാം. മീശോന്റെ പകരം മീശും പിന്നെ താഴും, പിന്നെ തല മൊത്തത്തിൽ മുട്ടടിച്ചെന്ന് വെച്ചാൽ കോല ഒരുമാതിരിയാവും. പിന്നെ നമ്മളെ വ്യൂവേഴ്സിന് അതൊന്നും ഇഷ്ടപ്പെടില്ല. വ്യൂവേഴ്സിന് ഇഷ്ടമല്ലല്ലോ നമ്മൾ ഇഷ്ടമുള്ളതല്ലേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ല ഗൈസ്, നിങ്ങൾക്ക് അത് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. ഗൈസ് വണ്ടി ഇടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ ശരിയാക്കുന്ന സ്ഥലമുണ്ട്. ഗൈസ് നമ്മളങ്ങനെ പോവുകയാണ്. ഇവിടെ കാർ സർവീസ് എന്താ ഡൗണൊക്കെ കാണിക്കുന്നത്? ആർക്കും കാണാം. അമ്മാനെ ഞാൻ ഒന്ന് ഇറങ്ങണ്ടേ. ഇവിടെ ഇതിൻ്റെ അടിയിൽ എന്താ ബേസ്മെന്റ് ആണോ നോക്കട്ടെ. അയ്യോ ഞാൻ കുഴി വീണേ. അയ്യൻ്റെ വണ്ടി എടുക്കൂടാ, ഇറങ്ങണ വെളിയിൽ. അല്ല വേറെ വണ്ടിയിൽ എൻ്റെ വണ്ടിയാണല്ലോ കയറിക്കോ. നല്ല കുട്ടിയെ കയറിക്കൂടെ? ഇതിൽ കൂടെ തന്നെ ഞാൻ പെടുന്നു. ഇത് സാധാ കാർ. ഇലക്ട്രിക്കിന്റെ ചാർജറിന്റെ വണ്ടി വാങ്ങിക്കോട്ടാ. എന്തിനാ അതിലുള്ള പെട്രോൾ പിന്നെ അതിൽ നടക്കണ്ട. ഇതിലെ ഇലക്ട്രിക് വണ്ടി നോക്കിയിട്ട് കാണുന്നില്ല. ഗൈസ് ഈ വഴിയിലൂടെ നമ്മൾ വിടാൻ പോകുന്നത്. എന്താ വണ്ടി സ്റ്റക്കായി. ഗൈസ് എൻ്റെ വണ്ടീൻ്റെ ഇൻറ്റീരിയർ കുറച്ച് രസമുണ്ടല്ലേ ഗൈസ്. ഈ വണ്ടി ഞാൻ സ്വന്തം 9.20 ലക്ഷത്തിന് വാങ്ങി. 9.20 എന്ന് വെച്ചാൽ 9,20,000 ഇത്രയും പൈസക്ക് വാങ്ങിയതാണ്. അപ്പോൾ എന്താ പറയുക, അത്രക്കും പൈസ ഒക്കെ എൻ്റെ അടുത്തുണ്ട്. ഇനിയും ബാക്കി കുറേ പൈസ ഉണ്ട്. മോഡിഫൈ ചെയ്യാൻ കുറേ 5,000 ചിലവായി. കളർ അടിക്കാൻ പിന്നെ പൈസ ചിലവായില്ല. കളർ അടിക്കാൻ ഫ്രീ. എന്താ എനിക്ക് പൈസ അന്ന് പൈസ അയച്ച കാര്യം പറയണേ. ഇന്ന് പൈസ അയച്ചു അതല്ല, ഇന്ന് അയച്ച പൈസ. ഇന്നൊക്കെ പൈസ അയച്ചിരുന്നു. ഇന്ന് രാവിലെ അയച്ചത്. അതന്നെ. അത് ഇവിടുന്നൊന്നുമല്ല, ഇതിൻ്റെ വേറെ ടൈപ്പ് വഴിയില്ല. ഗൈസ് നമ്മൾ വണ്ടി ഇടിച്ചോ? ഗൈസ് ഒന്നും പറ്റില്ല. ഇത്ര ഇടിച്ചിട്ട് വണ്ടിക്ക് ഡാമേജ് പോലും ആയിട്ടില്ല ഗൈസ്. എന്ത് വണ്ടി ഞാൻ എന്തായാലും ഗീവ് ചെയ്യും. നല്ല റേറ്റിങ്ങും കമൻസിനും മാത്രമേ തരുള്ളൂ. ഓക്കെ, ഒന്നുമില്ല ഗൈസ്. അങ്ങനെ രാത്രിയായി. നമ്മൾ കുറേ നേരം യാത്ര ചെയ്യുന്നു. നമുക്ക് നോക്കാം നമ്മളെവിടെ വരെ എത്തും. പക്ഷേ ഇത് രാത്രി ഉറങ്ങണില്ലേ? അല്ലേ? എനിക്ക് ഉറക്കം വരുന്നുണ്ടോ?
പക്ഷെ ഞാൻ ഓടിച്ച അങ്ങനെ വണ്ടി ഓടിക്കണ്ട. വണ്ടി ഇതന്നെ എനിക്ക് തന്നെ ഓടിക്കാൻ പറ്റില്ല. പിന്നെ ഇന്ന് സ്റ്റക്കാണ് ഗൈസ്, അറിയാം കേട്ടോ. ചിലപ്പോ ഹാക്കർ ഉണ്ടാവും. കറക്റ്റ്, അത് എങ്കിലും നടക്കണ്ട. ചിലപ്പോ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട് ഹാക്കർ വെറുതെ പാട്ടുപാടി ഓടിക്കുക. നമ്മളിവിടെ എത്താനായിട്ടാ ഗൈസ്. കുറച്ചും കൂടെ പോയാൽ നമ്മളെ ലൊക്കേഷൻ കാണുമായിരിക്കും. ഞാൻ മാപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. വണ്ടി മെല്ലെ ഇട്ടാൽ അതാ ബ്രേക്ക് 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 ബ്രേക്ക്. ഓക്കെ, ഇനി നമ്മളെ ഈ പാതിരാത്രിക്ക് ഈ വഴി കൂടെ ഇവിടെ സുമതി വളവ് ഈ ഗെയിമിലേ ഇല്ല. യൂട്യൂബിൽ പേടിപ്പിക്കലടാ. ഈ സാധനത്തിന് പേടിപ്പിക്കൽ കുറച്ച് ഓവറ. പക്ഷെ അത്ര പേടിപ്പിക്കില്ല, ചെറുതായിട്ട്. ഇതന്നെ നിങ്ങൾ വെറുതെ പറയണ്ട ഗൈസ്. ഇത് എൻ്റെ ചാനലല്ല, എൻ്റെ ഉപ്പാൻ്റെ ചാനലാണ്. അപ്പോൾ ആ ചാനലാണ് എൻ്റെ ഫോണ് എൻ്റെ ഉപ്പാൻ്റെ ഫോൺ അടക്കം ഈ ഒരു യൂട്യൂബ് അക്കൗണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാശ്മീർ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് സഹായം ചെയ്യാം. വെറുതെ സുഖത്തിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്താളാ. കാരണം വീഡിയോസ് മൊത്തം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോസും അതിൽ പെടും. ഞാൻ പിന്നെ കുറേ പാട്ടുണ്ട്, എൻ്റെ ചെറുപ്പത്തെ പാട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഉപ്പാൻ്റെ അക്കൗണ്ടിൽ മാർക്കോ സിനിമത്തെ പാട്ടുണ്ട്. പിന്നെ 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 എനിക്കും എൻ്റെ ബ്രദർക്കും ഉണ്ടാക്കിയ അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ ഒരു പാട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൈസ് പിന്നെ നമ്മൾ ക്യാമ്പിങ്ങിൻ്റെ സ്ഥലത്തേക്കണേ. അപ്പോൾ നമുക്ക് അവിടെ വണ്ടി നിർത്താം. നമ്മുടെ ടെൻ്റ് അതാ നേരെ കാണുന്ന പച്ച. ഗൈസ് നമുക്ക് നോക്കാം, അവിടെ പോയി നോക്കാം. അതിൻ്റെ ഫ്രണ്ട് സെറ്റാക്കി തന്നാൽ. അയ്യോ, വണ്ടി ലോക്കാക്കട്ടെ, ഇനി രാവിലെ എണീക്കാം. ഇവിടെ ഇറങ്ങണ മതിയാക്കണ്ട വണ്ടി ഇങ്ങനെ താന്നു പോയിരുന്നു. ഗൈസ് നമ്മൾ ഇറങ്ങണം. ഗൈസ് ഇവിടെ നമ്മൾ ക്യാമ്പ് ഫയർ. അപ്പോൾ നാളെ കാണാം, രാവിലെ കാണാം. രാവിലെയായി. അമ്മാനച്ചങ്ങടാ ഗിഫ്റ്റ് ബോക്സ് അവിടെ ഉണ്ടാ? ഗൈസ് ഞാൻ അടുത്ത ഗിഫ്റ്റ് ബോക്സ് ആണ്. പക്ഷേ അമ്മ അടുത്തില്ല. ഒരു പോയി എടുത്തോളൂ ഗൈസ്. അതുവരെ നമുക്ക് കുറച്ച് പുഷപ്സ് ചെയ്യും. അതിന് പുഷപ്പ് അവിടെ പുഷപ്പ് അവിടെ ഞാൻ മറന്ന്. 1 2 3 4 5 6 7 8 9 10. അമാന ഇതെന്തായി കാട്ടണം അവിടെ? എൻ്റെ വണ്ടി താത്തുണ്ട്. എൻ്റെ വണ്ടി താഴത്തോ? ഇല്ല, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. എൻ്റെ വണ്ടി അവിടുത്തെ ആൽജിൻ്റെ വണ്ടിയിൽ തന്നെ കയറിക്കോ. നമ്മൾ മേലെ രാത്രി ഇങ്ങോട്ട് വന്നപ്പോഴോ കണ്ടു. പിന്നെ ഇപ്പം കാണാൻ പറ്റും. ഗൈസ് ഞാൻ ഈ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ എന്തായാലും 14:27 സെക്കൻഡ്സ് 27 സെക്കൻഡ് 14 മിനിറ്റ് 27 സെക്കൻഡ്സിന് ഈ വീഡിയോ തീരും. അങ്ങനെ തീരുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ. എന്നാലും അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും അല്ലെങ്കിൽ ഗൈസ് ആ ചാലഞ്ച് ഉണ്ടായ രസം ഉണ്ടാവില്ല. എല്ലാവരും വിചാരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അതൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ ലൈക്കണമെന്നില്ല. നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വിടുക. പൈസ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. രണ്ടും ആണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് പോവാം. അമാനെ ഇത് 5000 റുപ്യ അയച്ചു തന്നാണ്ട് 50,000 റുപ്യ അയച്ചു തന്നെ. എന്നാലത് കൂടുതൽ പൈസ ഉണ്ടല്ലോ. ഇതാ പിന്നെ ആയിക്കോ, അത് നിർത്ത്. മതി പിന്നെ വെച്ചിട്ടാ മതി. എവിടെ പിന്നെ വെച്ചത് ഞാൻ കാണുന്നില്ല. ഈ ചിങ്ങി വന്ന് ഞാന് കൊല്ലും. അയ്യാ അല്ല
സമയം എടുക്കുന്നെന്ന് എന്നാണ് എൻ്റെ ഡൗട്ട്. നമുക്ക് നേരെ നമ്മുടെ ഡെസേർട്ടിലുള്ള വീട്ടിലേക്ക് പോകാം. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് രസം ഉണ്ടാവും. അത് ഡെസേർട്ട് ഇവിടെ അല്ലല്ലോ, ഇവിടെ വീടുണ്ട്. പക്ഷെ ആ വീട് എനിക്ക് അൺലോക്ക് അല്ല. ഇതേ അമ്മാൻ്റെ വണ്ടി സിറ്റി വണ്ടിയിൽ. പക്ഷെ അവിടെ ഞാൻ എൻ്റെ വണ്ടിക്ക് ഓട്ടോമാറ്റിക്കൽ മോഡ് എത്തുന്നത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ലൊക്കേഷനിലോട്ട് പോയി. വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല, അപ്പോൾ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകണം, വീടിൻ്റെ അടുത്തുള്ള ലൊക്കേഷൻ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അറിയായിരിക്കും. ഇവിടെയാണ് ഗൈസ് വീട്. ഇവിടെ നിന്നാണ് അല്ലല്ലോ ഗൈസ്, ഇവിടെയാണ് എന്തായാലും വീട്. ഇവിടെയാണ് വീട്. ഗൈസ് നമുക്ക് വണ്ടി വിടാം. അല്ലെങ്കിൽ നമുക്ക് പ്ലാൻ പറ്റാം. അപ്പോൾ വേണ്ട, നമുക്ക് സിറ്റി വണ്ണൊക്കെ പോകാം. പ്ലാൻ മാറ്റി നേരെ നമ്മളെ പഴയ ലൊക്കേഷനോട്ടാണ് വണ്ടി തിരിക്കുക. എനിക്ക് ടയേർഡായി, അതുകൊണ്ട് ഞാൻ പോകട്ടെ. ഗൈസ് ടയേർഡ് കൊയങ്ങീന്ന്. ഗൈസ് സ്റ്റക്കാവണ ഗെയിമ്. എൻ്റെ ഫ്രണ്ട് ആർക്കും ഹാക്ക് ചെയ്യാൻ അറിയില്ല, അവർക്ക് റോബ്ലോക്സ് മാത്രം ഹാക്ക്. ഇതെന്താ ഗൈസ് ഡബിൾ ലൈറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്താ അറിയില്ല. ഞാൻ സൗണ്ട് കുറച്ചിരിക്കുന്നു ഗൈസ്, അതാ അതിൻ്റെ പ്രശ്നമാണ്. ഗൈസ് ഇത് ഭയങ്കര സ്പീഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഇടിക്കുന്ന അതിൻ്റെ ഡൗട്ട്. ഇക്കാരെന്നാ അതിനല്ലേ ഏതടിച്ച് പറഞ്ഞ അപ്പോൾ പിടിക്കും. കരിനാക്കാണോ ഒന്നിൻ്റെ. നമുക്ക് പോവാം. വണ്ടി വെച്ച് ഞാൻ പേടിച്ച്. എന്താണോ ഞാൻ വണ്ടി വെച്ച് എൻ്റെ കൈ ബ്രേക്ക് മാറ്റി. പിന്നൊന്ന് ഓർത്തത് ഈ വഴി കൂടെ പോകുന്നു. അയ്യോ, ഇവിടെ അല്ലേ നമ്മൾ ഇടിച്ചത്? അല്ല മോനെ, ഈ വഴി കൂടെ ഇനിയാണ് ഇടിക്കണെന്നുള്ള വാക്ക് തന്നെ ഞാൻ മുണ്ടാണ്. ഇടിക്കണെന്നുള്ള വാക്ക് ഞാൻ മുടാണ് പ്രശ്നം. ആമാനെ കാണിച്ചു തരട്ടെ എക്സ്ചേഞ്ച് അയക്കണ്ട്. പൈസക്കല്ലേ? പൈസക്കാണ് പറ്റിച്ചല്ലേ ചിന്ന മതി. പക്ഷെ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ കുറച്ച് സൗണ്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. എനിക്ക് എന്താ വേണം പോരാർന്ന് വേണോ? അതിലട്ടാണ് പണ്ട് എനിക്ക് ഈ സ്ക്രീൻ റെക്കോർഡൊന്നും അറിയാത്തന്ന് ഞങ്ങൾ മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ പണ്ടിൻ്റെ അടുത്ത് ആകെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതൊരു ഗെയിമിൽ ആദ്യം ചേരുമ്പോൾ കിട്ടുന്ന വണ്ടി. ആ വണ്ടീൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ വണ്ടിയാണ് അന്ന് അമാനക്ക്. പക്ഷേ വേറെ വണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ വണ്ടി ഓടിക്കട്ടെ ചോദിച്ചു. അവൻ ഓടിക്കാൻ സമ്മതിച്ചു. ഞാൻ ഓടിച്ചപ്പോൾ അറിയാതെ അവൻ്റെ വണ്ടിയിൽ ചില്ല് പൊട്ടി. എന്നിട്ട് ഒരു ദിവസം എൻ്റെ വണ്ടി എടുത്താണ് അവൻ അതിൻ്റെ ചില്ല് പൊട്ടിച്ചു. പൈസ എന്തിന്? നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നാണ്. അപ്പോൾ ഗൈസ് ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാം. ട്രാവലിംഗ് ഉണ്ടോ? ഇത് പോയല്ലേ ഗൈസ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ പറ്റുകയാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ. അസ്സലാമു അലൈക്കും.